ക്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ തൃശ്ശൂരിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വന്നത് ഒരു നാടകത്തെ ചൊല്ലിയാണ്. മിസ എന്ന പേരിലൊരു നാടകം, ചിലങ്ക ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടകം എന്തുകൊണ്ട് ഇപ്പോൾ വിവാദമായി എന്ന ചോദ്യം എല്ലാവരും ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഏത് കാര്യത്തിനും വിവാദം ആദ്യം ജനിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണെന്ന് നമുക്കറിയാം. ഒരു നാടകത്തിൻ്റെ ഏതെങ്കിലും ദൃശ്യങ്ങളോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ട് അത് വൈറലാക്കുക, അതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം ശ്രദ്ധാവിഷയമാക്കുന്നതിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് ചില അടിസ്ഥാന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷമാണ് അടിയന്തരാവസ്ഥയുടെ 50 വർഷം നാം ആചരിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് പീഡനമേറ്റ് മരിച്ച ഒരു അതുല്യ നടിയായിരുന്നു സ്നേഹലത റെഡ്ഡി. കേരളവുമായി ബന്ധപ്പെട്ട യു.ആർ. അനന്തമൂർത്തിയുടെ ഒരു സംസ്കാര എന്ന ആ നോവലിനെ അടിസ്ഥാനമാക്കി ഇറക്കിയ ഒരു സിനിമയുടെ നായികയായിരുന്നു. അതുവഴിയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരാളോടൊപ്പം തന്നെ ജയിലിൽ പോയ ഒരു നടിയായിരുന്നു സ്നേഹലത റെഡ്ഡി. അവരുടെ പേരിലുള്ള നാടകമാണ്, അവരുടെ ഡയറിയെ അടിസ്ഥാനമാക്കി, അവരുടെ പ്രസന്റ് ഡയറിയെ അടിസ്ഥാനമാക്കിയുള്ള ആ നാടകമാണ് ഇപ്പോൾ ഈ 50 വർഷത്തിന് ശേഷം ഒരു ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ വേദിയിൽ അവതരിപ്പിച്ച ഡിവൈഎഫ്ഐയുടെ വേദിയിൽ വീണ്ടും ആ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയും കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇത് സംബന്ധിച്ച ഒരു പ്രസക്തമായ ഒരു ചർച്ച ഇവിടെ നടത്തുന്നത്. ശ്രീ EPN എന്നോടൊപ്പം ഉണ്ട്. ഇത് വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷമായ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രീ അനിൽ, എന്താണ് ഇതിൻ്റെ കാതലായ വശം? യഥാർത്ഥത്തിൽ ഈ നാടകം കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് എന്തായിരുന്നു അടിയന്തരാവസ്ഥയെന്നും എന്തായിരുന്നു മിസ നിയമം ജനങ്ങളുടെ മുകളിൽ നടത്തിയ അടിച്ചമർത്തലെന്നും ബോധ്യപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു ഈ ചർച്ച സഹായിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഈ അവതരണത്തെ മിസ ദി ലാസ്റ്റ് ബ്രീത്ത് എന്ന് പറയുന്ന ഈ നാടകം ചിന്നു എന്ന് പറയുന്ന കലാകാരി അവതരിപ്പിക്കുമ്പോൾ അതിനെ വളരെ അനാരോഗ്യകരമായി സോഷ്യൽ മീഡിയയിൽ പലരും മുന്നോട്ട് വെച്ച ചില ആശയങ്ങളെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം വളരെ പോസിറ്റീവായി, രാഷ്ട്രീയമായി വളരെ പോസിറ്റീവായി ഏറ്റെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ, ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്താണ്, സ്കൂൾ വിദ്യാഭ്യാസ സമയത്താണ് അടിയന്തരാവസ്ഥ അനുബന്ധ സംഭവങ്ങളുണ്ടായത്. ആ അടിയന്തരാവസ്ഥ സമയത്ത് ഇത്രയും അധികം പീഡനം ഏറ്റുവാങ്ങാൻ ഒരു സിനിമാ നടി മുന്നോട്ട് വരുന്നു. അവർ അവരുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിക്രൂരമായ തരത്തിൽ 80 ദിവസം ബാംഗ്ലൂരിലെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അവരെ നഗ്നയാക്കപ്പെടുന്നു, അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നു. അവരുടെ വേദനകൾ പിൽക്കാലത്ത് കുൽദീപ് നെയ്യറെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നു. ഈ രീതിയിൽ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് ചികഞ്ഞി എന്നാൽ മാത്രം വായിച്ചെടുക്കാൻ കഴിയുമായിരുന്ന ഒരു സംഭവത്തെ ഈ ഒരു അനാരോഗ്യകരമായ ചില ആളുകളുടെ ഇടപെടലിലൂടെ ഏത് കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അതിനകത്ത് ഈ പൂർണ്ണമായും നഗ്നയാക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുകയും വേറെ രീതിയിൽ ക്രൂരതകൾക്ക് ഇരയാകുകയും ചെയ്ത ഒരു നടിയെ സംബന്ധിച്ചൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ ഒരു വേഷത്തിൽ അല്പം കുറവുകളുണ്ടായേക്കാം, വസ്ത്രധാരണത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായേക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതെടുത്തിട്ട് വൈറലാക്കിയിട്ട് അത് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു അതിൻ്റെ എന്താണ്, ആധുനിക കാലത്താണ് നാം ജീവിക്കുന്നത്. ലോകത്ത് ഇതൊന്നും ഒരു വിഷയമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രധാരണത്തിലെ രീതി എന്ന് പറയുന്നത് ആധുനിക കാലത്ത് എന്തെങ്കിലും വലിയ ഇതാണോ? അല്ല. എന്ന് മാത്രമല്ല, ഒരു കലാവിഷ്കാരത്തിൽ അതിൻ്റെ കഥാപാത്രവുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ വസ്ത്രധാരണം, അവരുടെ മേക്കപ്പ്, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നു. കലയുടെ അവതരണത്തിൻ്റെ സ്വാഭാവികതയെ ആ തരത്തിൽ വിട്ടുകൊടുക്കാതെ അതിനകത്ത് ചില ദുസൂചനകൾ കണ്ടെത്തി വിമർശനം നടത്തുന്നവർ എനിക്ക് തോന്നുന്നു ആസ്വാദനത്തിന് പോലും യോഗ്യതയില്ലാത്തവരായി മാറിയിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണം, ലോകമാകെ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലത്തെ പല സങ്കല്പങ്ങളെയും പൊളിച്ചെഴുതാനായി പുതിയ തലമുറ വലിയ തരം പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ഒരു പഴയ കാലത്തെ വലിയൊരു ദുരന്തത്തെ അതിന് തീവ്രതയോടെ ഒരു കലാകാരി, അതും പുതിയ തലമുറയുടെ കലാകാരി, ഇച്ഛാശക്തിയോടെ അവർ അവതരിപ്പിക്കുകയും
ഈ വിമർശനം ഉണ്ടായപ്പോഴും അവർ ഞാൻ ചെയ്തത് 100% ഒരു കലാകാരി എന്ന തരത്തിൽ ശരിയാണെന്നും തൻ്റെ ആ അവതരണം അതിന് സാക്ഷിയായ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ നേടിയെടുക്കാൻ വിജയിച്ചു എന്നൊക്കെ അവർ ആത്മാർത്ഥമായി പറയുമ്പോൾ വിമർശനം ഉയർത്തിയവർ ഈ കാലത്ത് സാധാരണ മനുഷ്യരായി ജീവിക്കാൻ പോലും യോഗ്യരാണെന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്, UDF ഗവൺമെന്റാണ്. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴാണ്, അല്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. അപ്പം ആദ്യമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ നാടകം ഉയർത്തുന്ന ചില പ്രശ്നങ്ങളിൽ സമീപകാല രാഷ്ട്രീയത്തിന്റെ ചില ചോദ്യചിഹ്നങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ചില പരാമർശങ്ങളോ ഒക്കെ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ തന്നെ PC വിശ്വനാഥ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഇതിനെ അനുകൂലമായി സംസാരിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ നാടകത്തിന്റെ അവതരണത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം വിമർശനങ്ങൾ അനാരോഗ്യകരമാണ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വളരെ പോസിറ്റീവ് ഒരു നിലപാടാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി എടുത്തത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, ശരിയായ കോൺഗ്രസ്സുകാർ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്തെ കോൺഗ്രസ്സുകാർ മിസ പോലെയുള്ള കരിനിയമങ്ങളെ 100% തള്ളിപ്പറയാൻ ബാധ്യസ്ഥരാണ്, അവരതിന് തയ്യാറാണ്. കാരണം ഇന്ന് രാജ്യം മിസയേക്കാൾ എത്രയോ അപകടകരമായ അടിച്ചമർത്തലിലൂടെ മോദി സർക്കാർ UAPA പോലുള്ള ഭീകരമായ അടിച്ചമർത്തലുകൾ ഇവിടെ സജീവമാക്കുമ്പോൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റി എന്ന് തുറന്നു പറയാൻ മടിക്കാത്തവനായി കോൺഗ്രസ്സുകാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിമർശനം യഥാർത്ഥത്തിൽ ഉയർത്തേണ്ടിയിരുന്നത് RSSകാരും മറ്റുമാരും. കാര്യം എന്താണ്? ഒന്ന്, അവരാണല്ലോ പലപ്പോഴും സദാചാരത്തിന്റെ പേരിൽ കുറുവടിയുമായി റോഡിലിറങ്ങുന്നത്. മറ്റൊന്ന്, അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇവിടെ സജീവമായിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ കാലത്തെ 2 വർഷത്തോളം കാലം മാത്രം രാജ്യത്ത് അടിച്ചമർത്തൽ നടത്തിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പോരായ്മകളെയും കുറവുകളെയും തുറന്നു കാണിക്കുന്നതിലൂടെ നിലവിൽ രാജ്യത്തുള്ള വലിയ തരത്തിലുള്ള ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ ജനങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ ഇത് സഹായിക്കും. ആ രീതിയിൽ ഇതിനെ കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു വശത്ത് നഗ്നതയുമായി ബന്ധപ്പെട്ടുള്ള അനാരോഗ്യകരമായ ചില പ്രവണതകൾ നോക്കൂ. നമ്മൾ സ്വകാര്യമായി പറഞ്ഞല്ലോ, ഇപ്പം ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അവർ ആ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രധാരണം നടത്തിക്കൊണ്ടാണല്ലോ അതിൽ പങ്കെടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അവരുടെ ശരീരവടിവിനെ പറ്റിയാണ് നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ ഒരു കലയെ ഇല്ലെങ്കിൽ ഒരു മത്സരത്തെ ആ അർത്ഥത്തിൽ കാണാൻ യോഗ്യരല്ല എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ നാടകം ഇനിയും അവതരിപ്പിക്കപ്പെടണം. അല്ല, എന്തായാലും ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് VD സതീശൻ, മുഖ്യമന്ത്രി ആയിരിക്കുന്ന VD സതീശൻ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയണം എന്നുള്ളത്. VD സതീശൻ അഭിപ്രായം പറയുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. പക്ഷെ എന്തായാലും ഇത് ഒരു സജീവമായ ചർച്ചാ വിഷയമാക്കുന്നതിൽ ഡിവൈഎഫ്ഐ വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മളെന്താണ്, ഇവിടുത്തെ ഭീകരതയ്ക്കെതിരായി അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിനെതിരായി ജനാധിപത്യം നിലനിൽക്കേണ്ടതിന്റെ അങ്ങേയറ്റത്തെ ഒരു ആവശ്യം ഉന്നയിക്കുന്ന ഒരു സന്ദർഭം എന്ന നിലയിൽ തന്നെ ഈ നാടകം ഇപ്പോൾ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണെന്നാണ് നമുക്ക് പറയാം. ഇത് മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള ഇത്തരം അനാരോഗ്യകരമായ ഉള്ളടക്കം കൊണ്ട് നടക്കുന്നവർക്ക് ഒരു താക്കീത് കൂടിയാണ് ഈ ചർച്ച.